യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി സുധാകരൻ മാറുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാനത്തെ ചില നേതാക്കന്മാർക്കുമൊക്കെ അങ്ങനെ തോന്നി. കെ സുധാകരൻ മാറി, സണ്ണി ജോസഫ് വന്നു. സുധാകരൻ്റെ പിൻഗാമിയായി സണ്ണി ജോസഫ് വരുമ്പോൾ സ്വാഭാവികമായി ചില നല്ല തീരുമാനങ്ങൾ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലേ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് ഫലം. തലമാറിയതുകൊണ്ട് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം റൂട്ട് ലെവലിൽ പാർട്ടിയുടെ സംഘടനാശേഷി പഴയതുപോലെ കരുത്തുള്ളതല്ല എന്നതാണ്. ആ ദൗർബല്യം പരിഹരിക്കാനാണ് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ CUC എന്ന വലിയ ആശയം മുന്നോട്ട് വെച്ചത്. ഒരു സെമി കേഡർ ലൈനിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു അത്. അതിൻ്റെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ പാർട്ടിയുടെ മൊത്തത്തിലുള്ള മാറ്റത്തിന് എത്രമാത്രം സഹായകരമാകും എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലാണ് സുധാകരന് പലവിധ കാരണത്താൽ ആ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. സ്വന്തമായി KPCC സെക്രട്ടറിമാരെ പോലും നിയോഗിക്കാൻ കഴിയാത്ത ഒരു KPCC പ്രസിഡന്റിന് സംഘടനയെ ചലിപ്പിക്കുന്നതിന് വേണ്ടി താൻ കൊണ്ടുവന്ന സ്വപ്ന പദ്ധതി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ചുരുക്കം. പക്ഷേ കണ്ണൂർകാരൻ തന്നെയായ കെ സുധാകരൻ്റെ പിൻഗാമിയായി എത്തുന്ന സണ്ണി ജോസഫിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ തീരുമാനമായി പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനുള്ള നടപടിയുമായി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുമെന്നതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അതിലേക്ക് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തലമാറി, കൂടെ ഇരിക്കുന്ന കുറേ ഭാരവാഹികൾ മാറി, ഇനി ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ പുതിയ ഒരു നിര വന്നേക്കാം. പക്ഷേ ഈ നേതൃതലത്തിൽ കുറേ പുതിയ ആളുകൾ വന്നതുകൊണ്ട് രക്ഷപ്പെടാവുന്ന ഒരവസ്ഥയിലല്ല കേരളത്തിലെ കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ ഈ സംഘടനാപരമായി നല്ല കരുത്തുണ്ട് എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യൻ വിശ്വസിക്കുമെന്ന് കരുതുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ്സിന് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം പിടിക്കാൻ തരത്തിൽ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ അതിന് അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സഹായകരമാകുന്ന ഒരു ഘടകമായിരുന്നു ഈ CUCകൾ, കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ. അതിനു വേണ്ടിയിട്ടുള്ള ഈ ട്രെയിനർമാരെയൊക്കെ പരിശീലിപ്പിച്ച് ഒരു അതിശക്തമായ സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സുധാകരൻ നടത്തിയിരുന്നു. അത് എല്ലാവരും കൈയടിച്ച ഒന്നാണ്. അപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വരുമ്പോൾ അദ്ദേഹം ആദ്യം എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്താൻ സുധാകരൻ തുടങ്ങിവെച്ച യത്നം താൻ തുടരും എന്ന് ഒരു വാക്കെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നുവെങ്കിലും സംഘടനാപരമായ അത്തരത്തിലുള്ള അടിസ്ഥാന ഈ റൂട്ട് ലെവലിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നൽകുന്നില്ല. അതിന് സണ്ണി ജോസഫിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടി ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ മാറ്റണമോ, KPCCയുടെ പുതിയ ജനറൽ സെക്രട്ടറിമാർ വരണമോ, ഈ 10-60 സെക്രട്ടറിമാരെ ഇനി എങ്ങനെ നിയമിക്കും, ഇത് ഏതെല്ലാം ഘടകങ്ങളെ കോർത്തിണക്കേണ്ടി വരും, ആരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയുണ്ടാകും. അതാണ് പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഈ തലമാറ്റം ഒന്നുമല്ല. അത് സണ്ണി ജോസഫ് ആയാലും കെ സുധാകരനായാലും ആന്റണി ആയാലും ആ ആൾ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ളൊരു പദവിയിലായിരിക്കും. അത് സ്വാഭാവികമായ ആ നിയമനമൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രസിഡന്റ് പദവിയിൽ അയാൾ യോഗ്യനാണോ അല്ലയോ എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അതാരായാലും. ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയേക്കാൾ യോഗ്യരായിട്ടുള്ളവർ ഇന്ത്യയിലെ കോൺഗ്രസിലില്ലേ, കോൺഗ്രസിനെ നയിക്കാനെന്ന് ചോദിക്കുന്നവരില്ലേ. പക്ഷേ അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. അവിടെ നിന്ന് ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ് പ്രധാനം. അവർക്ക് എങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പരിശോധിച്ചാൽ എത്രയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് തല കമ്മിറ്റികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. CPMും BJPയും ഒക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു പകുതി പ്രാഥമികമായി തന്നെ തീർത്തു കഴിഞ്ഞു. അപ്പോഴും പലയിടങ്ങളിലും കോൺഗ്രസ് ഉണ്ട് എന്നുള്ള സൂചന പോലും ലഭിക്കുന്നില്ല. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം അവസ്ഥ. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ എന്നുള്ള ആ അടിസ്ഥാന ഘടകം, സുധാകരൻ വിഭാവനം ചെയ്ത ആ അടിസ്ഥാന ഘടകം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയെ
ഒന്ന് ചെറുതായെങ്കിലും ചലിപ്പിച്ചെടുക്കുന്നതിന് അത് സഹായിക്കുമായിരുന്നു. ഇത് ഉള്ളിടത്തുണ്ട്, ഇല്ലാത്തടത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഈ ഇല്ലാത്തടത്ത് കൂടി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ച് ചെറിയ ഘടകങ്ങളാണെങ്കിൽ പോലും ആ ഘടകങ്ങളുടെ പ്രവർത്തനം ഉറപ്പാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു. ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സുധാകരന് കഴിയാതെ പോയി. പക്ഷേ സുധാകരൻ്റെ കണ്ണൂരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി എത്തുന്ന സണ്ണി ജോസഫ് ആദ്യമേ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ പറയുന്ന ആദ്യഘട്ട നേതൃയോഗം കഴിയുമ്പോഴും അതിനെക്കുറിച്ച് സൂചനകളില്ല. അവിടെയും ചർച്ചകൾ നടന്നത് DCC പ്രസിഡന്റുമാർ മാറണമോ അല്ലെങ്കിൽ മറ്റേ പ്രസിഡന്റ് വരണമോ, സർക്കാരിനെതിരെ എങ്ങനെ സമരം ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾ ചെയ്യുമ്പോഴും സംഘടനയെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ തിരിച്ചുവരവ് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് ആവാൻ ആളില്ല എന്നൊരു കരക്കമ്പി നമ്മുടെ പ്രമുഖ ചാനലുകൾ തന്നെ അടിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. തിരുവനന്തപുരത്ത് DCCയെ നയിക്കാൻ താല്പര്യമുള്ള നേതാക്കളൊന്നും ഇല്ലത്രേ. KPCC നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് ശിവകുമാറിനെയാണ്. ശിവകുമാറിനാണെങ്കിൽ ലെവലേശം താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിൽ നേതൃദാരിദ്ര്യമുള്ള ഒരു ജില്ലയൊന്നുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പഴയ നിര നേതാക്കന്മാരുമുണ്ട്, പുതുനിര നേതാക്കന്മാരുമുണ്ട്. ഇതുവരെ DCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടില്ലാത്ത ആളുകളും ധാരാളമായി തന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഉള്ളപ്പോൾ ബോധപൂർവം തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നയിക്കാൻ ആളുകളൊന്നുമില്ല എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റിനെ നിയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രഥമഗണനീയമായി പരിഗണിക്കാൻ ശരത്ചന്ദ്ര പ്രസാദുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് ഒരു മികച്ച സംഘാടകനൊക്കെ ആയിരുന്നയാളാണ്. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ് ഈ പറയുന്ന നേതൃതലത്തിലുള്ള ആളുകൾക്കൊന്നും അത്ര പിടിക്കാത്ത മട്ടിലാണ്. അതുകൊണ്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദിനെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള ഒരാൾ വന്നാൽ പാർട്ടിയുടെ സംഘാടനം മികച്ച രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പിന്നീട് മറ്റൊരാൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് മണക്കാട് സുരേഷാണ്. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നയാളാണ്. നേതൃതലത്തിലുള്ള ആളുകളുമായൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ, തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ ജീവിക്കുന്ന ഒരാൾ. തിരുവനന്തപുരം നഗരസഭ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയായി നിൽക്കുമ്പോൾ, BJPക്കും പിന്നിൽ 3-ാം സ്ഥാനത്തായി നിൽക്കുമ്പോൾ ഈ നഗരസഭാ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഒരാളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമായി നടക്കുന്നുണ്ട്. മണക്കാട് സുരേഷും മോശമല്ലാത്ത ഒരു ചോയ്സാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയെ നയിക്കാൻ. കാരണം അദ്ദേഹവും ഒരു നല്ല സംഘാടകനാണ്.